ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു ഉറപ്പുള്ളൊരു കാര്യം ഇതാണ്, ഈ ദൈവവചനം നിങ്ങളോട് ദൈവം തന്നെ സംസാരിക്കുന്ന അനുഭവം ഉണ്ടാവും. അത് പാട്ടായാലും പ്രസംഗമായാലും. എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും, ഇത് എന്നോട് തന്നെയാണല്ലോ ഇന്ന് ഇത് പറഞ്ഞത്. വേറൊരാളെ കണ്ട്, ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പറയും, അല്ല എനിക്ക് തോന്നിയത് അതെന്നോടാണെന്നാണ്. ഇനി ഇവിടെ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്ത് നിന്ന് ചോദിച്ചാലോ അവരും ഇതേ വാക്യം പറയുന്നു. അത് ദൈവം നിങ്ങളോട് ആ വചനത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് പോലും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 5 മണി അല്ലെ 6 മണി സമയമായപ്പം മനസ്സിൽ തോന്നി, അല്ല ഇന്നലെ തോന്നി, അല്ലെ മിനിഞ്ഞാന്ന് തോന്നി, പോയി ആ 9 മണി വരെ സമയത്ത് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചതായിരിക്കില്ല പലരെയും. നിങ്ങളുടെ അകത്തു നിന്നൊരു പ്രചോദനമായിരിക്കും ഉണ്ടായത്, ഒരു തോന്നലായിരിക്കും ഉണ്ടായത്. ഇതുപോലെ ഒരു തോന്നൽ ഒരാൾക്കുണ്ടായി ബൈബിളിൽ. അത് രോഗമുള്ള സമയത്ത് ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്ത ഒരു രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരിക്കലൊരു തോന്നലുണ്ടായി, യേശുവിൻ്റെ വസ്ത്രത്തിൽ പോയി ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. ആരും അവളോട് പറഞ്ഞില്ല പോയി പ്രാർത്ഥിക്ക്, ഇന്നതുപോലെ ചെയ്യ്, ആരും നിർബന്ധിച്ചില്ല. മനസ്സിലൊരു തോന്നൽ, ഒന്ന് പോണം, ഇങ്ങനെ ചെയ്താൽ അതെൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നൊരു അനുഭവം ഉണ്ടാവും. ആ തോന്നൽ ആണ് ആ വ്യക്തിയുടെ സൗഖ്യത്തിനും വിടുതലിനും രക്ഷയ്ക്കും കാരണമായത്. അപ്പോൾ നിങ്ങൾ ഒരാളോട് പോലും വീട്ടിൽ വന്ന് വരണം കേട്ടോ, നിർബന്ധമായും വരണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സമയം കണ്ടെത്തി വന്നവരാണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ തിരക്കുള്ളവരാണ്. എനിക്കിത് മാത്രമേ ജോലിയുള്ളൂ, ഇവിടെ വേറെ ഒരു ജോലിയും എനിക്കില്ല. ഞാൻ കൊടുക്കുന്നേക്കാൾ വലിയ വിലയാണ് നിങ്ങൾ ചെയ്തത്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, അല്ലെ നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ 5 മണി സമയത്ത് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പം തൊട്ട് നിങ്ങൾക്ക് ജോലികൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമായിരിക്കും ആ സമയത്ത് ഇവിടെ ഒന്നും എത്തിച്ചേരാൻ പറ്റുക. എളുപ്പമല്ല. വീട്ടിൽ പകൽ മുഴുവൻ കിടന്നുറങ്ങി 5 മണി ആയപ്പോൾ ഉടുത്തൊരുങ്ങി വന്നവരൊന്നുമല്ല. മനസ്സിലിങ്ങനെ ചിന്തിച്ചും ഒത്തിരി കാര്യങ്ങൾ ക്രമപ്പെടുത്തിയും അതിൻ്റെ പേര് ചില വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ വീട്ടിലുള്ള പലരും എതിർപ്പായിരിക്കും ഇങ്ങനെ ഒരു വചനം കേൾക്കാൻ പോയതിൽ പോലും. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ, അങ്ങനെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ആ വചനം ഒന്ന് പോയി കൂടണം, ആ വചനം കേൾക്കണം. ആ തോന്നൽ പോലും ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം നിങ്ങളിൽ തോന്നിപ്പിച്ചതാണത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കയറ് കൊണ്ട് കെട്ടി ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞാലും അയാൾ കയറ് പൊട്ടിച്ചോണ്ട് ഓടും. ഇരിക്കാൻ പറ്റത്തില്ല ഇത്രയും മണിക്കൂറൊന്നും. ഇതിൻ്റെ അകത്തും പുറത്തും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. 10 മിനിറ്റ് കഴിയുമ്പോഴേ അയാൾ മടുക്കും. എന്നിട്ട് കിട്ടിയ വണ്ടിക്ക് വീട്ടിൽ പോലെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയി അവിടെ കിടന്നുറങ്ങും. അപ്പോൾ നിങ്ങളിൽ ദൈവം സംസാരിക്കുന്നത് കൊണ്ടും ദൈവം ഇടപെടുന്നത് കൊണ്ടുമാണ് ഇത്രയും പേര് ഈ ആലയത്തിൽ വന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിനും ഒരു പദ്ധതി ഉണ്ടെന്നുള്ള തെളിവാണിത്. ദൈവം നിങ്ങളെ കാണുന്നുള്ളതിൻ്റെ അടയാളമാണിത്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വാക്ക് മനസ്സിൽ ഓർക്കണം, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാനും എൻ്റെ ഭവനവും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ചെറിയൊരു പ്രാർത്ഥനയാണ്. ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ആ പ്രാർത്ഥന. ഒന്നും നിർബന്ധമില്ല കേട്ടോ. ഇവിടെ ഇരിക്കണം, കൃത്യമായി കൂടണം, 9:30-ക്ക് ശേഷമേ പോകാവുള്ളൂ, ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സിലൊരു പ്രചോദനമുണ്ട്, എനിക്ക് നീ വചനം കേട്ട് ശരിക്കും പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലായതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആരും പോകത്തില്ല, കാരണം ദൈവമാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത്. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നരുതേ എന്ന്.
നിങ്ങൾക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എനിക്കും അത് വിഷമമാണ്. കാരണം എനിക്കൊന്നും നഷ്ടമാകുമായിട്ടല്ല, എൻ്റെ മനസ്സിലൊരു തോന്നൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചു. ഞാൻ ഒരു ദിവസം കുറേ പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്ത് ക്ഷീണം കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത്. അത്രയും മടുത്തിരുന്നു ആ ദിവസം. പക്ഷെ അന്ന് വൈകുന്നേരം കിടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഒരു ചിന്ത ഇങ്ങനെ വന്നു. ഇത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചതാണ്, നീ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല? ഞാനത് പൊതുവായിട്ടും അത് പറഞ്ഞു. പിന്നീട് എത്ര മടുപ്പുണ്ടെങ്കിലും, ചിലപ്പോൾ വലിയ ക്ഷീണമാണെങ്കിലും ഒരു സെക്കൻഡെങ്കിലും പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ മനസ്സിലൊരു അസ്വസ്ഥതയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തെ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നീ എന്താ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് ദൈവം എന്നോട് ചോദിച്ചാലോ? എന്നേക്കാൾ ഇഷ്ടം ദൈവത്തിന് നിങ്ങളെയാണ്. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നേക്കാൾ ദൈവം സ്നേഹിക്കുന്നത് ഈ ഇരിക്കുന്ന ഓരോരുത്തരെയുമാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഒരു കണക്കെടുത്താൽ ദൈവത്തിന് നിങ്ങളെ, ഒത്തിരി പേരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൻ്റെ ഒക്കെ താഴെയായിരിക്കും ഒരുപക്ഷെ എൻ്റെ സ്ഥാനം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നാളെ ഒരു സമയത്ത് നാട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കും, ആ വ്യക്തി കരഞ്ഞുകൊണ്ട് വന്നതല്ലേ, ആ വ്യക്തി നിയോഗമായിട്ട് വന്നതല്ലേ, നീ എന്താ എൻ്റെ ആ പ്രിയപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത്? നീ എന്തിയെ ഒരു നിമിഷം ആ വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ചിലപ്പോൾ ചോദിച്ചാലോ? അപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അത്രയും പേർക്ക് വേണ്ടിയും ഞാനിവിടെ ആരാധന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോഴും ഈ വചനം പറയുമ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നാളെ ഒരു നല്ല കുമ്പസാരം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പൊരു കാര്യം, ദൈവത്തിൻ്റെ വചനം ഒരാൾ ചുമ്മാ ചെവി കൊണ്ട് കേൾക്കുന്നു എന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. എന്നാൽ ആരാണോ ആ വചനം വിശ്വസിച്ചേറ്റെടുക്കുന്നത് ആ വ്യക്തിയിൽ ആ വചനം പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെയാണ് ഒരാളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പറയില്ലേ, ഇന്നലെ എന്താണാവോ അച്ഛൻ പറഞ്ഞത്, എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ഒരു വചനം പോലും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ പള്ളിയുടെ മുറ്റത്തിട്ടിരിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മറക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വാഹനം കയറി 5 മിനിറ്റ് അപ്പുറത്തേക്ക് വീട്ടിൽ ചെന്ന് ഗേറ്റ് തുറക്കുക, വീട്ടിൽ ഇന്ന് എന്തുവാ എന്തേലും ഒരു വചനം, അയ്യോ ഇന്ന് എന്താണാവോ പ്രസംഗിച്ചത്, ഒന്നും ഓർക്കുന്നില്ല. ആ വചനം എന്താ നിങ്ങൾ ഓർക്കാതിരുന്നത്? പിശാചിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ കേട്ട വചനത്തെ പെട്ടെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് മായ്ച്ചു കളയും. ആ വചനം നിങ്ങളിൽ എത്ര ശ്രമിച്ചാലും ഓർക്കാൻ കിട്ടത്തില്ല. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ മറന്നു പോകാത്ത വിധത്തിൽ ഒരു വചനവേലും എൻ്റെ മനസ്സിൽ ഇന്ന് തരണമേ, മറന്നു പോകാത്ത വിധത്തിൽ ഒരു വചനമേലും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാന്നറിയാമോ ഇത് പറയാൻ കാരണം? ദൈവത്തിന് നിങ്ങളിൽ ഇരിക്കാൻ എന്തെങ്കിലും വേണം. ഇപ്പോൾ ഈ പള്ളിയിൽ കുറേ മരത്തിൻ്റെ ചെയർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, കുറേ കസേര മേടിച്ചിട്ടിട്ടുണ്ട്. അതാർക്കാണെന്നറിയാമോ? ഇവിടെ പള്ളിയിൽ വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇരിക്കാൻ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ അവിടെ 25,000, 50,000, 1,00,000 രൂപയുടെ സെറ്റിയുണ്ട്. ഗസ്റ്റ് റൂമിൽ അതിനുള്ള സംവിധാനമുണ്ട്, ഇരിക്കാൻ സ്ഥലമുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾ. അങ്ങനെയാണ് ചോദിക്കട്ടെ, ദൈവത്തിന് എൻ്റെ അകത്ത് വസിക്കാൻ എന്ത് സൗകര്യമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾക്കിരിക്കാൻ ഒരു കസേര വേണമെങ്കിൽ ദൈവത്തിനിരിക്കാനും ഒരു ഇരിപ്പിടം വേണം. ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ദൈവത്തിൻ്റെ വചനം ഒരാൾ വിശ്വസിച്ചേറ്റെടുത്താൽ, അത് മറന്നു പോകാത്ത വിധത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ വച്ചാൽ, അത് ദൈവത്തിൻ്റെ ഇരിപ്പിടമായി മാറും. ആ വ്യക്തിയിൽ ആ വചനത്തിലൂടെ ദൈവം ഇരുന്ന് ആ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും, അതൊരാൾ അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ പേരിന് ക്രിസ്ത്യാനികളാണ്, നമ്മുടെ വീട്ടിൽ 3, 4, 5 ബൈബിളുണ്ട്. പക്ഷെ നമുക്ക് വചനങ്ങളൊന്നും അറിയത്തില്ല. നമുക്കൊരു ധൂർത്തപുത്രൻ്റെ ഉപമ അറിയാം, ഒരു സക്കേവൂസിൻ്റെ കാര്യം അറിയാം. അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു കഥ പോലെ നമ്മുടെ ഉള്ളിലുള്ളൂ.
ആ വചനങ്ങൾ വിശ്വസിച്ച് നമ്മളിൽ ഏറ്റെടുക്കുമ്പോഴാണ്, അത് നമ്മളിൽ ഇരിക്കുമ്പോഴാണ് ആ വചനത്തിൽ ദൈവം വസിക്കുന്നത്.